വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 8-ാമത് വാക്യം നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: എൻ്റെ വായിലെ മൊഴികളൊക്കെയും നീതിയാകുന്നു, അവയിൽ വക്രവും വികടവുമായത് ഒന്നും ഇല്ല. അത്യുന്നതനായ ദൈവത്തെ സംബന്ധിച്ച് നാം പരിശോധിച്ചു നോക്കുമ്പോൾ തൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ, മൊഴികൾ ഒക്കെയും വക്രവും വികടവുമില്ലാത്തതും നീതിയുള്ളതുമായ മൊഴികളാണ് ദൈവത്തിൻ്റെ മൊഴികളെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 20-ാമത് വാക്യം വായിക്കുന്നത്: മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായ്ക്ക എന്നുള്ള വാക്കുകളാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ മൊഴികൾ, വാക്കുകൾ, വചനങ്ങൾ അത് വളരെ ശ്രദ്ധേയമായതും അത് ഏറ്റവും നീതിയുള്ളതുമാകുന്നു. അത് നാം ശ്രദ്ധിച്ചു കേൾക്കുകയും അതിനനുസൃതമായി ജീവിപ്പാനായിട്ട് നാം നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മെ ഉപദേശിക്കുക തന്നെയാണ്. 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം പറയുന്നതും: ആകയാൽ മക്കളെ, എൻ്റെ വാക്ക് കേൾപ്പി, എൻ്റെ വായിലെ മൊഴികളെ വിട്ട് മാറരുത്. ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും ഉന്നതമായ, ഏറ്റവും വിടുവിക്കപ്പെടുവാൻ കാരണമായിത്തീരുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മൊഴികളെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ആ മൊഴികൾ സത്യമുള്ളവയും നീതിയുള്ളവയും നിർമ്മലമായതും ആയിരിക്കുന്നു എന്നതുകൊണ്ട് ആ ദൈവിക വാഗ്ദത്തങ്ങളെ, ദൈവിക മൊഴികളെ നാം തിരസ്കരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ പാടുള്ളതല്ല എന്നും, ആ വാക്കുകളെ തിരസ്കരിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോയാൽ അത് നമ്മുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നും ഓർപ്പിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ നീതിയുള്ള മൊഴികളെ നാം ശാന്തമായി കേൾക്കുന്നവരും അത് കേട്ടനുസരിക്കുന്നവരുമാകുന്നു എങ്കിൽ അത് നമ്മെ നിത്യജീവനിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, ഉയർച്ചയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നതാണ് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 7 മൊഴികളെക്കുറിച്ച്, ക്രൂശിലെ 7 മൊഴികളെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൽ പൊതുജനത്തോട് ആഴമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കായി തന്നെ നിൽക്കുന്ന പദമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യം. ഒരു വ്യക്തിയോട് പറയുന്ന പദമായിട്ടാണ് അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്: ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. യേശു കർത്താവിൻ്റെ സമീപത്ത് തൊട്ടടുത്ത ക്രൂശിൽ കിടക്കുന്ന കള്ളൻ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമെന്ന് പറയുമ്പോൾ തന്നോട് പറയുന്നതായ വാക്കുകൾ ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഏകരക്ഷകനാണെന്നും എൻ്റെ സമീപത്ത് ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്നുമുള്ള ബോധ്യത തൻ്റെ ഹൃദയത്തിനകത്ത് കടന്നു വന്നപ്പോൾ താൻ യേശുവിനോട് പറഞ്ഞതാണ്: രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമെന്ന്. അതിന് യേശു പറഞ്ഞ മറുപടിയും നീ ഇന്ന് എന്നോട് കൂടെ ഇരിക്കും എന്ന വാക്കുകളാണ്. ആ മൊഴികൾ അങ്ങനെ തന്നെ സംഭവിക്കപ്പെട്ടു എന്ന്
നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മോടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ സംസാരിക്കുന്നത്, എൻ്റെ മൊഴികൾ നീ കേൾക്കുന്നുവെങ്കിൽ, അതനുസരിക്കുന്നുവെങ്കിൽ, നീയും എന്നോടുകൂടെ പറുദീസയിലിരിപ്പാൻ നിനക്ക് ഭാഗ്യമുള്ളവനായി തീരുമെന്നുള്ള ഓർമ്മപ്പെടുത്തലും ആലോചനകളുമാണ് ഈ വാക്യത്തിനുള്ളിലും ഓർപ്പിച്ചിട്ടുള്ളത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തിന്മ സംസാരിക്കുന്നവരായിട്ടല്ല, നീതിയുള്ള മൊഴികളെ അനുസരിച്ചുകൊണ്ട് ജീവിതം മുൻപോട്ട് കഴിപ്പാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ നീതിയുള്ള മൊഴികൾ, സത്യത്തിൻ്റെ വചനങ്ങൾ അത് ശ്രദ്ധിച്ചു കേട്ട് അതിനനുസൃതമായി ജീവിപ്പാൻ ഞങ്ങളെ തന്നെ സമർപ്പിപ്പാനും ഞങ്ങളെ സഹായിക്കണം. ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.